എൻ്റെ പേര് പ്രേംചന്ദ്. ഞാൻ പറവൂർ താമസിക്കുന്നയാളാണ്. ഈ സോളാർ പാനലിൻ്റെ ഒരു ഗുണഭോക്താവാണ് ഞാനും. എൻ്റെ നെയ്ബറായിട്ടുള്ള സുരേഷ്, അദ്ദേഹം സീടെക് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഇതിൻ്റെ പ്രൊമോഷന് വേണ്ടി നടത്തുന്നുണ്ട്. പലരും ഇവിടെ വന്ന് ഈ സോളാർ സിസ്റ്റം സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചിരുന്നു. അന്നൊന്നും എനിക്ക് വലിയ താല്പര്യം ഉണ്ടായില്ല. ഞങ്ങളുടെ ഈ റെസിഡൻസ് ഏരിയയിൽ എൻ്റെ ഒരു സുഹൃത്ത് ശ്രീകുമാർ ആദ്യമായിട്ട് ഈ സോളാർ പ്ലാന്റ് സ്ഥാപിച്ചത്. ഞങ്ങളുടെ ഒരു 100 കുടുംബം അടങ്ങുന്ന ഒരു റെസിഡൻസ് ഏരിയ, അവിടെ ശ്രീകുമാർ സ്ഥാപിച്ചു. ഞാനത് പോയി കണ്ടു. ഈ സുരേഷ്, എൻ്റെ അയൽവാസിയായ സുരേഷ്, ഈ സീടെക് സ്ഥാപനം പ്രവർത്തിപ്പിക്കുന്ന സുരേഷ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നപ്പോഴാണ് എനിക്ക് അതിൽ നിന്നൊരു ഇൻസ്പിറേഷൻ കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചത്. എന്നാലും ഈ സാമ്പത്തികമായിരുന്നു അതിനകത്തൊരു വിഷയം. പിന്നെ കാനറ ബാങ്കിൻ്റെ ഒരു ലോൺ അദ്ദേഹം തന്നെ ഇടപെട്ട് അത് വേഗം റെഡിയാക്കി തന്നു. അങ്ങനെ എനിക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞു. ഒരു 3 കിലോ വാട്ടിൻ്റെ യൂണിറ്റാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് വെച്ചത് ലാഭകരമാണോ എന്നൊരു ചോദ്യം ഇതിനകത്തുണ്ട്. ലാഭകരമാണോ എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് അത് വ്യക്തിഗതമാണ്. എന്നെ സംബന്ധിച്ച് ഏറ്റവും കുറഞ്ഞ കറണ്ട് ചാർജ് എനിക്ക് വന്നിട്ട് എനിക്ക് 500 രൂപ 600 രൂപ അല്ലെങ്കിൽ 650 രൂപയ്ക്ക് അപ്പുറത്തോട്ട് എനിക്ക് കറണ്ട് ചാർജ് വരുന്നൊരു സമയം ഉണ്ടായിട്ടില്ല. പക്ഷേ അങ്ങനെ കറണ്ട് ചാർജ് ലിമിറ്റ് ചെയ്ത് വരാൻ കാര്യം തന്നെ എൻ്റെ ജീവിതക്രമം അങ്ങനെ ആയതുകൊണ്ടാണ്. കാര്യം അനാവശ്യമായി ഒരു പൈസ പോലും ചിലവാക്കാൻ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഒരു ലൈറ്റ് പോലും എൻ്റെ വീട്ടിൽ അനാവശ്യമായി കത്തത്തില്ല. അങ്ങനെയൊക്കെ വളരെ കരുതലോടെ ജീവിക്കുന്ന ആളായതുകൊണ്ടാണ് കറണ്ട് ചാർജ് കുറഞ്ഞത്. പക്ഷേ അന്നേരം മറ്റൊരു കാര്യമുള്ളത്, എൻ്റെ വീട്ടിൽ എനിക്കിഷ്ടത്തിന് നല്ല വേനൽക്കാലത്ത് ഒരു AC വയ്ക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു ഇൻവെർട്ടർ ഉപയോഗിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള മോഡേൺ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നതിനോ എനിക്ക് സാധിച്ചിരുന്നില്ല. കാര്യം കറണ്ട് ചാർജ് അധികമാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിതൊന്നും ഉപയോഗിക്കാഞ്ഞത്. പ്രത്യേകിച്ചും പിന്നെ പെൻഷൻകാരൻ എന്നുള്ള രീതിയിൽ പെൻഷൻ വരുമാനം മാത്രമാണ് എനിക്കുള്ളൂ. അപ്പോൾ ആ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻകത്തിൽ നിന്നുകൊണ്ട് ഇത് ചെയ്യണോ വേണ്ടിയോ എന്ന് വിശദമായിട്ട് ചിന്തിച്ചതിന് ശേഷം സുരേഷിൻ്റെ ഒരു അഡ്വൈസ് പ്രകാരമാണ് ഞാനിത് ചെയ്തത്. പക്ഷേ ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചൊരു റിലാക്സേഷൻ ഉണ്ട്. കാര്യം എനിക്ക് ഒരു AC വെക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇൻവെർട്ടർ സ്ഥാപിച്ചു. പലപ്പോഴും നമ്മൾക്കറിയാമല്ലോ, വേനൽക്കാലത്ത് ഉണ്ടാകുന്ന പവർ കട്ട്, അപ്രതീക്ഷിതമായിട്ടുള്ള കറണ്ട് പോകലും വരലും ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ആ ഒരു ടെൻഷൻ ഇല്ല. പിന്നെ അടുക്കളയിലേക്കുള്ള ചില എക്യുപ്മെൻറ്റ്സ് വാങ്ങി. അപ്പം വൈഫിനും അത് ഒരു സന്തോഷമായി. അതൊക്കെയാണ് ഇതുകൊണ്ടുണ്ടായ പ്രയോജനം. മോണിറ്ററി ആസ്പെക്റ്റിൽ എന്നെ പോലുള്ള ഒരാൾ ഈ ഏറ്റവും കുറഞ്ഞ കറണ്ട് ചാർജ് ഉള്ള ഒരാൾ വെക്കേണ്ട സംഗതിയല്ല എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നാൽ പോലും നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളിലേക്ക് ഉയർന്നു വരുവാൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ജീവിച്ചു പോകാൻ ഇതെന്നെ സഹായിക്കുന്നുണ്ട്. വണ്ടാനം ബേസ്ഡായിട്ട് പ്രവർത്തിക്കുന്ന സൺ ടെക്നോളജിയുടെ കീഴിലാണ് സുരേഷ് ഈ സീടെക് എന്ന് പറഞ്ഞത് നടത്തുന്നത്. അപ്പോൾ സൺ ടെക്നോളജിയാണ് എനിക്ക് ഇവിടെ സ്ഥാപിച്ചു തന്നത്. നല്ല ഇടപെടലായിരുന്നു അവരുടെ. എനിക്കതാണ് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വളരെ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നന്നായി പറഞ്ഞു തരികയും ഇതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡിയൊക്കെ നടത്തുന്ന സമയത്തുമൊക്കെ ഞാൻ വളരെ നല്ല രീതിയിൽ അവരെ നോക്കിക്കണ്ടു. കാര്യം എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നായിട്ട് പറഞ്ഞു തന്നു. അതാണ് അവരുടെ ഒരു ഇടപെടലിൻ്റെ ഒരു മെച്ചം കൊടുക്കേണ്ട. അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് സ്ഥാപിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു മനസ്സിൽ നിന്ന് ഇത് സ്ഥാപിക്കണം എന്നൊരു രീതിയിലേക്ക് ഞാൻ മാറാനുണ്ടായ കാര്യം അവരുടെ ഒരു ഇടപെടലും കൂടെ കൊണ്ടാണ്. അപ്പോൾ വളരെ നന്ദിയുണ്ട് അവരോട്, ആ ഒരു ഇടപെടലിന്, സൺ ടെക്നോളജിയോടും സീടെക്കിനോടും.